3 വയസ്സുള്ള കുട്ടികൾ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാരാണെന്ന് ചോദിച്ചാൽ അവരുടെ അച്ഛനും അമ്മ എന്നാ പറയാം. ഒരു 7 വയസ്സുള്ള കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും എൻ്റെ ടീച്ചേഴ്സാണ് ഏറ്റവും നല്ലവർ. അവർ ടീനേജിലെത്തുമ്പോൾ ചോദിച്ചാൽ അവർ പറയും എൻ്റെ ഫ്രണ്ട്സാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവർ ഡിറ്റാച്ച്ഡ് ആയിട്ട് പോവാണ്. അത് കാരണം ബേസിക്കലി കുട്ടികളെ വളർത്തുന്ന ഒരു രീതിയുണ്ട്. പൊതുവെ മലയാളികൾ അല്ലെങ്കിൽ ആൾക്കാർ ചെയ്യുന്നത് ഒച്ച ഉണ്ടാക്കി നോ എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ച് അല്ലെങ്കിൽ ഒരു ടൈം ചെയ്യാനുള്ള ശ്രമം, അവരെ നമ്മുടെ രീതിയിലേക്ക് മെരുക്കി എടുക്കുന്ന ഒരു ശ്രമമായിട്ട്. അപ്പം അതാണോ ശരിക്കും കുട്ടികളെ വളർത്തേണ്ട ഒരു രീതി? നമ്മൾ ഒരു ബിഗർ പിക്ചർ നോക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇപ്പോഴേ കൊച്ചിനെ ഒരു ടീം ചെയ്ത് ഒരു പാവമാക്കി വളർത്തിയിട്ട് വലുതാവുമ്പോൾ ശരിയല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോഴും അതിന് ആ ധൈര്യം ഇല്ലാണ്ടാവും. കാര്യം നമ്മൾ ചെറുതിൽ അങ്ങനെ ആക്കിയെടുത്തല്ലോ കുട്ടീനെ. സോ നോ എന്ന് പറയുന്നതും അതിൻ്റെ റീസൺ പറഞ്ഞ് കുട്ടിയെടുത്ത് ഇപ്പോൾ ഒരു തിളച്ച വെള്ളത്തിൻ്റെ മുമ്പിൽ കൊച്ചു പോയി കൈ വെക്കാൻ പോകുമ്പോൾ നോ എന്ന് പറയുന്നതും പതുക്കെ കൊച്ചിൻ്റെ കൈ ഒന്ന് അതിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ, ഇതൊരു ചൈനീസ് ടെക്നിക്കാണ്. അവിടെ ചൈനീസ് അമ്മമാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, വാട്ട് ദേ ഡു ഇസ്, ഇപ്പോൾ ഒരു കെറ്റിലിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ആദ്യം തന്നെ കൈ മാറ്റി വയ്ക്കും. പക്ഷെ ഇവരങ്ങനെയല്ല, ഇവർ പതുക്കെ അതിൻ്റെ അടുത്തൊന്ന് കൊണ്ടുവയ്ക്കും. തൊടയല്ല, അടുത്ത് കൊണ്ടുവയ്ക്കും. അപ്പോൾ തന്നെ കുട്ടി പൊള്ളും എന്ന് പറഞ്ഞ് പിന്നെ നെക്സ്റ്റ് അതിന് തന്നെ ഓർമ്മ വരും, ഞാൻ അങ്ങനെ ചെയ്യരുത്. ദ റീസൺ ഇസ് ബീങ് ഷോൺ ടു ദ ചൈൽഡ്. സോ അപ്പോൾ നമ്മളെപ്പോഴും ഒരു കാര്യം റീസണിങ്ങോടെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് എന്താ പറയുക, കുറച്ചുകൂടെ ബോധം ഉണ്ടാവും. മറ്റൊന്ന് പേടി, ഫിയർ. പക്ഷെ ആ ഫിയർ നമ്മൾ വൺസ് ഇൻഫ്ലിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഏതിനൊക്കെയാണ് പേടി ഉണ്ടാവേണ്ടത്, ഏതിനൊക്കെ പേടി ഉണ്ടാവരുത്, ദാറ്റ് കൺഫ്യൂഷൻ കംസ് ഇൻ. പിന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു 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 മടി, അല്ലെങ്കിൽ ഇതും വേണോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലോട്ടാണ് നമ്മൾ കുട്ടിയെ കൊണ്ടുവന്നത്. നമ്മൾ ഈ പലപ്പോഴും ഫിയർ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ആ ഫിയർ കൊണ്ടുവരുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ചിലപ്പോൾ കോൺഫിഡൻസ് ആയിരിക്കും. ആ കോൺഫിഡൻസ് കൊച്ചുനാളിലെ വളർത്താനല്ല ശ്രമിക്കേണ്ടത്. അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇപ്പം എനിക്കുള്ളതല്ലേ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റൂ? എനിക്കില്ലാത്തൊരു സാധനം എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റൂ? ഇല്ല. നമ്മൾ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളത് എന്താണ്? വഴക്കും അല്ലേ? ഞാൻ എന്തുകൊണ്ട് എൻ്റെ മക്കളെ ഇന്നിപ്പോൾ എനിക്ക് ഈ വയസ്സിൽ എനിക്ക് പറയാം അങ്ങനെ ചെയ്യരുതെന്നൊക്കെ. പക്ഷെ എന്നോട് എൻ്റെ മക്കൾ വളരുന്ന കാലത്ത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ വാസ്തവം അറിയണം. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ അങ്ങനെയാണ് നമ്മൾ വളർത്തിയിട്ടുള്ളത്. നോവൽ വായിച്ചതിന് അടിമേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. കാരണം അന്ന് നോവൽ വായിക്കുന്നത് തെറ്റായ കഥകളൊക്കെയുള്ള പുസ്തകം വായിക്കരുത്, അടി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് പാരമ്പര്യത്തിലാണോ വളർന്നത്, ഏതാണോ നമ്മുടെ ജീനിലുള്ളത്, അതിൽ നിന്ന് മാറി പോകണമെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം കേരളത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ കുറച്ച് വിവരമുള്ള ഇപ്പം എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻ, ഞാനൊക്കെ ജനിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പിന്നെ അമ്മാവനായിട്ടുള്ള ആളാണ്. എൻ്റെ സിസ്റ്ററുടെ മക്കൾക്ക് എന്നെക്കാളും പ്രായമുണ്ട്. അപ്പോൾ അവരുടെ കുട്ടികളുടെ കുട്ടികൾ ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രനുള്ള ആളാണ് ഞാൻ. അവരിൽ പലരും ഇപ്പം കൊറിയൻ സീരീസാണ് കാണുന്നത്. അവർ ഇത്രയും ഭക്ഷണം കഴിക്കുള്ളൂ, സംസാരിക്കുമ്പോൾ ചെവി അടുത്ത് കൊണ്ടുപോയാലേ കേൾക്കാൻ പറ്റുള്ളൂ, അവരുടെ മൂവ്മെൻ്റ് ഒക്കെ അങ്ങനെ ഒരു സ്റ്റൈലിലാണ്, ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അതെ, പലപ്പോഴും നമ്മൾ കുട്ടികളെ വഴക്ക് പറയുന്നത് ഭയം കൊണ്ടാണ്. നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ട്. ആ ഭയം കൊണ്ട് നമ്മൾ അവരോട് എന്ത് പറയും? ആ ഭയം വരുമ്പോൾ എന്താ ഉണ്ടാവുക? നമുക്ക് ആക്രോശിക്കാൻ തോന്നും. ആരോട്? നമുക്ക് അധികാരമുള്ളവരോട്. നമ്മുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെടുത്ത് നമുക്ക് അധികാരമുണ്ട്. കാരണം അവർ നമ്മുടെ ചെലവിലാണ് കഴിയുന്നത്. മനസ്സിലായോ? അധികാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാവമാണ് വഴക്ക് പറയുന്നതൊക്കെ. ഞാൻ എൻ്റെ മക്കളെ വഴക്ക് പറയുന്നു സ്നേഹം കൊണ്ടാണെന്നാണ് നമ്മൾ പറയാം, അല്ലേ? ഇപ്പം ഞാൻ ചില കുട്ടികളോടൊക്കെ പോയിട്ട് എന്താ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞു എന്നിരിക്കുക, ഞാൻ ഉടനെ പറയാം നിന്നെ ഏറ്റവും കൂടുതൽ വീട്ടിൽ വിളിച്ചിട്ടുള്ള പേരെന്തായിരിക്കും എന്ന് ചോദിക്കും. അപ്പം ഇങ്ങനെ ആലോചിക്കുക എന്താന്ന്. ഇപ്പം പ്രദീപ് എന്നാണ് പേരെന്ന് വിചാരിക്കുക, നോ പ്രദീപ് എന്നാണോ എന്ന് ചോദിക്കും. കാരണം എല്ലാവരും വിളിക്കുന്നത് നോ ആണ് പ്രിഫിക്സ്. നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ എപ്പോഴെങ്കിലും യെസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ഒരു സാധനം എടുക്കാൻ പോകുമ്പോൾ നോ, അടുത്ത് എടുക്കാൻ പോകുമ്പോൾ നോ. ഏതാ എടുക്കേണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? അപ്പം നെഗറ്റീവാണ് നമ്മുടെ ചിന്തകൾ. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ഭയമാണ്. എൻ്റെ ഉള്ളിലുള്ള ഭയം ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്.
ഒരു കുട്ടി 6 മണി കഴിഞ്ഞാൽ വീട്ടിൽ വന്നില്ലെങ്കിൽ അച്ഛനും ഭയം. എന്താ കാരണം? അമ്മയ്ക്ക് ഭയം. എന്താ കാരണം? ഈ ലോകത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നതൊക്കെ നെഗറ്റീവുകളാണ്. ഏറ്റവും കൂടുതൽ എൻ്റെ കൗൺസിലിങ്ങിന് വന്നിട്ടുള്ളത് പോലീസുകാരുടെ മക്കളും ടീച്ചേഴ്സിൻ്റെ മക്കളുമാണ്. പോലീസുകാരും ടീച്ചേഴ്സുമാണ് ഏറ്റവും ഭയമുള്ളവർ. കാരണം അവർക്ക് പോലീസിന് എല്ലാ ദിവസവും വരുന്ന കേസ് എന്താണ്? അയാൾ മുന്നിൽ കാണുന്ന എല്ലാവരും കുറ്റക്കാരാണ്. അയാളുടെ ധാരണ എൻ്റെ മകള് ഈ പബ്ലിക്കിൽ ഇറങ്ങിയാൽ അയാൾക്ക് എല്ലാം അറിയാലോ. എവിടെയാ കഞ്ചാവ് വെക്കുന്നത്, എവിടെയാ കള്ളന്മാർ നീങ്ങുന്നത്, ഒക്കെ കറക്റ്റായിട്ട് അറിയാം. ആ ഒരു ഭയം അവരിലുണ്ടാവും. ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന, എറണാകുളത്തെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സീനിയർ ആയിട്ടുള്ളൊരു ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഭയമാണ്. കാരണം എൻ്റെ മക്കള് ഇങ്ങനെ ആവുമല്ലോ. എന്താ കാരണം? അവർ സ്ഥിരം ഹോട്ടലിൽ കാണുന്ന ഇത്തരം കാര്യങ്ങളാണ്. അവർക്കൊരു മകളുണ്ട് ടീനേജ് ആയിട്ടുള്ള. അപ്പോൾ അവർ കാണുന്നത് പല ടീനേജേഴ്സും വരുന്നുണ്ട് ഹോട്ടലിൽ. അത് കാണുമ്പോൾ അവർക്കൊരു ഭയം ഉണ്ടാവില്ല. അപ്പം നമ്മൾ വളരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആകുമ്പോൾ അത് കണ്ടുപഠിക്കുക. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സമൂഹം, അതാണ് നമ്മളിൽ ഭയം ഉണ്ടാക്കുന്നത്. അതില്ലാത്തൊരു കാലം വരുമ്പോൾ കുറച്ച് മാറും. ചെറിയ കുട്ടികളെ അമേരിക്കയിലൊക്കെ നമ്മൾ ഈ പിന്നെ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കാണാം, അമ്മമാർ ചെറിയ കുട്ടികളോട് പറയും, ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും തരികയോ ടച്ച് ചെയ്യുകയോ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ യു ഹാവ് ടു സ്ക്രീം ഔട്ട്, ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് വെറുതെ നോക്കിയാലും മതി. ആരെങ്കിലും ഒരു കുട്ടിയെ നോക്കിയാൽ ഉടനെ ആ കുട്ടി സ്ക്രീം ചെയ്യും. ഓക്കെ, അതുപോലെ ഞാൻ ക്യാമ്പ് നടത്തിയ സമയത്ത് നമ്മൾ ഉറക്കെ എന്തെങ്കിലും പറഞ്ഞു പോയി എന്നായിരിക്കും, ഉടനെ കംപ്ലൈന്റ് വരും. ഷൗട്ട് ചെയ്യാനുള്ള അധികാരമില്ല നമുക്കവിടെ. നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള, അച്ഛനും അമ്മക്കും ഷൗട്ട് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് വേണ്ടേ? അവിടെയൊക്കെ ഇൻഷുറൻസുകാർ പിന്നെ ഇതിട്ടിരിക്കുക, എൻ്റെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ, പിന്നെ വീട്ടിൽ കലഹിച്ചിട്ട് എൻ്റെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഉടനെ ഇൻഷുറൻസ് കമ്പനിയിൽ അറിയും എൻ്റെ പ്രഷർ കൂടിയെന്ന്. അവർ വണ്ടിയും കൊണ്ട് തൂക്കിക്കൊണ്ടുപോകും. നമുക്ക് രക്ഷയൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പ്രശ്നമുണ്ട്, കാരണം അവിടെ പേയ്മെന്റ് കൊടുക്കുന്ന ഇൻഷുറൻസുകാരാ, മെഡിക്കല്. അപ്പൊ ഇവൻ ഇപ്പൊ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാവും. പിന്നെ റിലീസ് ചെയ്യണമെങ്കിൽ ഡോക്ടർ വന്ന് റിലീസ് ചെയ്യണം. നമുക്ക് കേസില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കൾച്ചർ. ഈ ഭയമുണ്ടാകുന്നതും ഒക്കെ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. അത് വിദ്യാഭ്യാസം ഉണ്ടായാലും വിദ്യാഭ്യാസം ഉണ്ടല്ലേ ഏത് നിലയിലായാലും അതിനൊന്നും ഒരു വ്യത്യാസമില്ല. പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഗുണമാണ്. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ഉണ്ടാവണം. ആ കണ്ടീഷനിങ് ആണ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള, നമ്മുടെ ഗ്രൂപ്പല്ല, നമ്മുടെ ആ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരുമൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ നല്ലൊരു പൂ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ആ പൂ അടുത്ത വീട്ടിലുണ്ടായാലും എനിക്ക് ഇഷ്ടപ്പെട്ടൂടെ? അത് പറിച്ചിട്ട് എൻ്റെ ഗാർഡനിൽ വെച്ചാലേ ഇഷ്ടപ്പെട്ടു എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമുക്ക് കിട്ടണം എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, ആ തോന്നൽ മാറിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ നിലത്ത് വീണ് കരയാണ്. ഇപ്പോൾ നമ്മൾ ഓടിച്ചെന്നിട്ട് വടിയെടുത്ത് നിലത്തടിക്കും. എന്തിനാണ് എൻ്റെ കുട്ടീനെ വീഴ്ത്തിയെന്ന് വെച്ചിട്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റണം എന്നൊക്കെ ഇപ്പോൾ ഈ അമേരിക്കയിൽ നിന്നുള്ള സ്റ്റഡീസിലൊക്കെ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാ? ഐ തിങ്ക് സർ ആയിരിക്കും ഒന്നുകൂടെ നല്ലതായിരുന്നു. അല്ല, നമ്മള് ഈ സാധാരണഗതിയിൽ ഏത് പട്ടിയായാലും പൂച്ചയായാലും അവരെ അടിക്കുന്നതിന് പകരം ഒരു പ്രാവശ്യം അടി കൊണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു പ്രാവശ്യം അടി കൊട്ടാത്ത ഒരാൾക്ക് അത് അടിക്കുന്നത് കണ്ടാലും തമാശയായിട്ട് തോന്നുള്ളൂ. നമുക്കൊരു പ്രാവശ്യം അടി കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കും. ആ കിട്ടുന്ന സമയത്ത് ഇത് ഇങ്ങനെ പെയിൻ തരുന്നതാണ് നമ്മൾ അറിഞ്ഞാൽ മതി. അതിനുള്ളൊരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് ഇതൊക്കെ. ആ സിംബോളിക് റെപ്രസെന്റേഷൻ കൂട്ടുന്ന സമയത്ത് അതൊരു ആറ്റിറ്റ്യൂഡായിട്ട് മാറും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പട്ടിക്ക് ഏത് ഭാഷ അറിയാം? ഇംഗ്ലീഷാണോ മലയാളമാണോ? രണ്ട് ഭാഷ അറിയും. നിങ്ങൾ നോക്കൂ, ഒരു പട്ടിയെ വിളിച്ചിട്ട് കടന്ന് പുറത്ത് പോകൂ എന്ന് പറഞ്ഞാൽ അത് പോയില്ല. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഉടനെ പോകും. കാരണം ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഗെറ്റ് ഔട്ട് എന്നറിയാത്ത, റാസ്കിൾ എന്നറിയാത്ത പിള്ളേരൊന്നും ഉണ്ടാവില്ല. കാരണം സ്ഥിരം കേൾക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്താണോ റിപ്പീറ്റ് ചെയ്യുന്നത്, ആ റിപ്പീറ്റ് ചെയ്യുന്ന അവരുടെ മുന്നിലേക്ക് അവർക്ക് അറിയും. അറിയാതെ അവരൊരു കോൺഷ്യസ്നെസ്സിനുള്ളിൽ വരും. അതുകൊണ്ട് കിട്ടുന്നൊരു പ്രശ്നമാണ് നമ്മൾ സിംബോളിക്കലി കാണിക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാ അമ്മമാരും ചെയ്യുന്നതാണ്. അത് അമ്മയെ അടിക്കുന്നവരോ സ്വന്തം അടിക്കുന്നവരുണ്ട്, കുട്ടികളെ അടിക്കുന്നവരോ സ്വന്തം അടിക്കും. എനിക്കിപ്പോൾ ഒരാളെ അടിക്കണം എന്ന് വിചാരിക്കും, അയാൾക്ക് അടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് വിചാരിക്കും, ഞാൻ എന്നെ ശിക്ഷിക്കും. അത് കണ്ടിട്ടെങ്കിലും നിങ്ങൾക്കൊരു വിഷമം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇപ്പം TPS പറയുന്നതനുസരിച്ച് ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ പറയുമ്പോൾ അവരെ വളർത്തുന്ന സമയത്ത് ഈ പറയുന്നത് അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ടല്ലോ. ആ ഭയമുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട് ആ ഭയം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ദേഷ്യപ്പെടുന്നതല്ല. പക്ഷെ ഈ ദേഷ്യപ്പെടാതെ തന്നെയല്ലേ കുട്ടിയെ വളർത്തേണ്ടത്? ശരിക്കും പറഞ്ഞാല് ഉറക്കം പറയുന്നവനും ഒടുക്കം പറയുന്നവനും പവർ ഉണ്ടെന്നാണ്. നമ്മൾ പറയേണ്ട ഒരു കാര്യം പതുക്കെ പറഞ്ഞാൽ ചിലപ്പം കേൾക്കില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഷൗട്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞാൻ 8ാം ക്ലാസ്സിലെ കുറെ കുട്ടികളെ
45 ആൺകുട്ടികളെയും 45 പെൺകുട്ടികളെയും ഒറ്റക്ക് പല സ്ഥലങ്ങളിലും ട്രാവൽ കൊണ്ടുപോയും പഠിപ്പിക്കുകയും ഞാൻ മെൻറ്റർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. അവരിൽ ആലോചിച്ചൊക്കെ 8ാം ക്ലാസ്സിലെ ഒരു ടീനേജ് കുട്ടികളെ 45 കുട്ടികളെയും ആൺകുട്ടികളെ എൻ്റെ ക്യാമ്പ് നടത്തുമ്പോഴും അങ്ങനെയാണ്. നമ്മൾ അവരോട് പതുക്കെ പറഞ്ഞാൽ അവർ കേൾക്കില്ല. നമ്മൾ ആ ഷൗട്ട് ചെയ്യുന്നതെന്നു വെച്ചാൽ ഞാൻ ആരോടാണോ കുറ്റപ്പെടുത്തിയത് ആ കുട്ടിയോടല്ല ഞാൻ പറയുന്നത്. അതൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു മോഡലായിട്ട് ബാക്കിയുള്ളവർക്ക് കൂടി കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കാരണം ഇത് റിപ്പീറ്റ് ചെയ്താൽ എനിക്ക് എല്ലാവരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്ന അതല്ലേ ഇപ്പോൾ നടക്കുള്ളൂ. ബാക്കി സംഭവം പഠിപ്പിക്കലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരാളോട് നമ്മൾ പറയുമ്പോൾ ബാക്കിയുള്ളവർക്കുള്ള മെസ്സേജാണ്. ആ മെസ്സേജ് എത്തിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കുറച്ചും കൂടി ഷാർപ്പായിട്ട് ചെയ്യണം. ആ പറയുന്നത് ഇപ്പോൾ ഒരാൾ വൈകിട്ട് വരുന്നു ക്ലാസ്സിലെത്തുമ്പോൾ വൈകിട്ടാണ് വരുന്നത്. എന്തേ വൈകി വന്നത്? ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ വൈകി, അമ്മ ഭക്ഷണം ഉണ്ടാക്കി തരാൻ വൈകി, വണ്ടി വരാൻ വൈകി, ഇങ്ങനെ റീസൺ പറയാനാണോ? അല്ല, എന്തേ വൈകിയത് എന്ന് ഞാൻ ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ദറ്റ് മീൻസ് ആരും വൈകി വരരുത് എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് എംഫസൈസ് ചെയ്യുക. ഇപ്പം ആൽമരത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കരുത് ഉച്ചയ്ക്ക് ശേഷം. വെച്ചാൽ എന്താ കുഴപ്പം? വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഗുണമില്ല എന്നുള്ളതിന് പകരം പോകരുത് എന്നാണ് പറയുക. ഇപ്പം എന്നോട് അമ്മ പലപ്പോഴും പറയാറുണ്ട്, ഓടരുത്, ഓടിയ വീഴുന്നു. ഓടിയ വീഴുന്ന എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഓടിയ വീഴുന്നത് ന്യായമാണോ? അല്ല. പക്ഷെ അതേ സമയത്ത് വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ അത്യാവശ്യമായിട്ട് പഞ്ചസാര വേണമെങ്കിൽ ഇതേ അമ്മ പറയും, മോനെ ഓടിപ്പോയി മേടിച്ചോണ്ടരാന്ന് പറയും. അതെങ്ങനെ മാറിപ്പോയത്? ഇത് ഞാൻ പറയുന്നത് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ചില കാര്യങ്ങൾ, ജെൻറിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഒരു പെർട്ടിക്കുലർ കേസായിട്ട് കാണരുത്. ഇത് വളരെ സ്വാഭാവികമായിട്ട് എല്ലാ വീട്ടുകളിലും ഈ പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ ഇത് ചെയ്യും. കാരണം നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണത്. അതേ സമയത്ത് അങ്ങനെ സംസാരിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വളരെ പതുക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. അവരങ്ങനെയേ ശീലിച്ചിട്ടുള്ളൂ, വളരെ പതുക്കെ പറയുള്ളൂ. അങ്ങനെ ശീലിക്കുന്ന ഒരു രംഗം ഉണ്ടാവാൻ കേരളത്തിൽ ഭാരതത്തിൽ പറ്റുമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്, വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അങ്ങനെ അല്ല പലതും ചെയ്തിട്ടുള്ളത്. നമ്മൾ പറയാനൊക്കെ രസമാണ്, അമേരിക്കനെ കോപ്പി ചെയ്താൽ മതി, പിന്നെ കൊറിയനെ നടക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ ഏറ്റവും നല്ല മ്യൂസിക്കുകൾ എന്ന് പറയുന്നത് വളരെ ശബ്ദത്തിൽ വളരെ അടിപിടിയൊക്കെ ഉള്ളതല്ലേ? ഇത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു 50 കൊല്ലം മുമ്പാണ്. ഇന്ന് അവരിഷ്ടപ്പെടുന്നത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള സോങ്ങുകളാണ്. അത് ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഉറപ്പാണ് ഒരു 50 കൊല്ലം കഴിയുമ്പോൾ ഈ കൾച്ചർ മാറിയിട്ട് പിന്നെയും നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിലുള്ളൊരു സംഭവമാണത്. ഒരു സാമൂഹ്യപരമായ മാറ്റം ഉണ്ടാകുമ്പോഴേ നടക്കുകയുള്ളൂ. നമ്മുടെ എല്ലാ സംഭവങ്ങളും അങ്ങനെയല്ലേ, ശബ്ദം കൂട്ടിയിട്ടല്ല. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ക്ഷേത്രങ്ങളിൽ രാവിലെ പാട്ട് വെച്ചിട്ട് ശബ്ദത്തിൽ വെക്കുന്നത്? എന്തിനാണ് രാവിലെ ബാങ്ക് വിളിയിൽ ഒച്ചത്തിൽ പറയുന്നത്? നമ്മൾ ഭഗവാനോട് സംസാരിക്കുന്ന ഒറ്റയ്ക്ക് സംസാരിക്കേണ്ട എൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ സ്പിരിച്വാലിറ്റി. നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്തരികമായിട്ട് പോകുക എന്നുള്ളത്. നമ്മൾ എന്താ ചെയ്യണത്? ഗ്രൂപ്പ് മെഡിറ്റേഷനാണ്. എങ്ങനെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കൂടെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുക? ഇന്റേണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി പ്രാക്ടിക്കലായിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ആണ്. ഇപ്പം ഇതൊക്കെ മാർക്കറ്റിംഗ് പരിപാടികളാണ്. ക്ലാസ് എടുക്കുമ്പോൾ പോലും നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല, പക്ഷേ അത് ശ്രദ്ധിക്കില്ല. ഞാൻ ഹിമാലയൻ ട്രഡീഷൻ മെഡിറ്റേഷൻ ആണ്, മാസ്റ്ററാണ്. എൻ്റെ ഗുരു സ്വാമി രാമയും സ്വാമി വേദഭാരതിയൊക്കെ സംസാരിക്കുമ്പോൾ 400 പേരുണ്ടെങ്കിൽ പോലും പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ഉപയോഗിക്കാറില്ല. 400 പേരുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, പതുക്കെ. ഇപ്പം ഞാൻ പതുക്കെ എന്നൊന്നും നിങ്ങൾ കേട്ടു ഇല്ലയോ? ശബ്ദം കൊണ്ടല്ല, എൻ്റെ വായ നിങ്ങൾ കാണും. ആ മൂവ്മെന്റ് കണ്ടിട്ട് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. 1/2 മണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ ക്ലാസ് എടുക്കുമ്പോഴും വളരെ സ്ലോയിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ എൻ്റെ മുഖത്തേക്ക് വരുമ്പോൾ പൂർണ്ണമായും ശ്രദ്ധിക്കാൻ പറ്റും. നമ്മുടെ ധാരണ ഉറക്കെ പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു സ്ഥലത്തെത്തുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഗെറ്റ് കൺവേർട്ടഡ്. കാരണം അവിടുത്തെ അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. അവിടുന്ന് പുറത്തു വന്നത് എനിക്ക് അങ്ങനെ ആവാൻ പറ്റില്ല. പറ്റുമോ? ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പബ്ലിക്കിൽ ചെയ്യുന്ന സമയത്ത് പലതും അങ്ങനെ ചെയ്യണം. ഇപ്പം ഞാനും എൻ്റെ ഒരു ലിങ്കൺ യൂണിവേഴ്സിറ്റിയിലെ ചിന്മയസ്വാമിയുടെ കസിനാണ്. ചിന്മയസ്വാമിയുടെ കസിനായിട്ടുള്ള ലിങ്കൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ നായരും ഞാനും കൂടി വണ്ടി ഓടിച്ചു പോവാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ഥലത്തേക്കുള്ള പോകും. ഇന്നത്തെ പോലെ ഗൂഗിളൊന്നുമില്ലല്ലോ. അന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് 2005 അപ്പോൾ അവിടെ ഒരു വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പിള്ളേർ. ഒരു വോളിബോൾ കോർട്ടിൽ എത്ര പേരുണ്ടോ, എത്ര ശബ്ദം ഉണ്ടാവും അറിയാമല്ലോ. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് ഉറക്കെ വിളിച്ചു. കാരണം അവിടെ നെറ്റ് ഉണ്ട്, എനിക്ക് ആക്സസ് ചെയ്യാനോ അങ്ങോട്ട് പോകാനോ പറ്റില്ല. ഞാൻ ഉറക്കെ വിളിച്ചിട്ട് അവൻ ഇങ്ങോട്ട് വിളിച്ചു, ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞു. ഇയാളിങ്ങനെ നോക്കുക, ഹൗ ക്യാൻ യു ഓർഡർ ദം? ഇറ്റ്സ് അവർ റിക്വയർമെൻറ്റ്, നോ വി ഷുഡ് റിക്വസ്റ്റ് ദം. നമ്മൾ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളൊന്ന് ട്രൈ നോക്കും. ഒറ്റടുത്തൊന്നും നോക്കില്ലേ, നമ്മൾ വാടാന്ന് പറഞ്ഞാൽ അവൻ വരും. എന്നിട്ട് പറയാനുള്ള സംഭവം അങ്ങോട്ട് പറയടാ എവിടെയാ വീടെന്ന് വെച്ചാൽ അവൻ കൃത്യമായിട്ട് കാണിച്ചു തരും. എവിടെയാ വീടെന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിക്കും. കാരണം ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ അവൻ കേട്ടിട്ടുള്ള ഭാവത്തിൽ സംസാരിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെയാണ്.
അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ ലോകത്ത്, ഞാൻ ഈ 2 ലോകത്തും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് 2ഉം കൃത്യമായിട്ട് അറിയാം, ഏത് തരത്തിൽ വേണമെങ്കിലും ഡീൽ ചെയ്യാനും അറിയാം. പക്ഷേ ഈ ടീനേജേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴേ അവർ നമ്മളിപ്പോൾ ദേഷ്യപ്പെടുകയാണ്, എന്താ ഇത്ര മാർക്ക് കുറഞ്ഞത്, എന്താ നീ അത് ചെയ്യാത്തത് ചെയ്ത്, അപ്പോൾ നമ്മളോട് തിരിച്ച് അവർ വയലൻ്റ് ആവുക ചെയ്യുക, എല്ലാം നെഗറ്റീവ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്നാൽ അതേസമയം നമ്മൾ എന്താണ് ഇപ്രാവശ്യം മാർക്ക് കുറഞ്ഞേ, അല്ലെങ്കിൽ ഇത് നിനക്ക് കഴിച്ചുകൂടായിരുന്നോ ഫുള്ള് എന്നൊക്കെ പറയുമ്പോൾ അയ്യോ എനിക്ക് സമയം കിട്ടിയില്ല എന്ന്. കാരണം നമ്മൾ എങ്ങനെയാണോ അവരോട് കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ഫാക്റ്റ് അല്ലേ? അതെ. സോ ടീനേജേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ എൻ്റെ ഇതിൽ ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടീം ഓഫ് പീപ്പിളാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ശരിക്കും കുട്ടിയുമല്ല അഡൽട്ടും അല്ല. ആൻഡ് അവർ ബേസിക്കലി പറയുകയാണെങ്കിൽ കുട്ടി ട്രാപ്ഡ് ഇൻ അഡൽട്ട് ബോഡി. അപ്പോൾ എന്താ പറ്റാന്ന് വെച്ചാൽ ഇടയ്ക്ക് അവർ കുട്ടിയായിരിക്കും ദ റീസണബിൾ സ്വീറ്റ് ചൈൽഡ്, അല്ലെങ്കിൽ മറ്റേ ടൈപ്പ്, അതായത് നമുക്ക് ആർക്കും മനസ്സിലാകാതെ നമുക്ക് പറ്റാത്ത ഒരാൾ ഏതെങ്കിലും ഒരു ഫേസിലായിരിക്കും ഇവരെന്തായാലും. മൂഡ്സിൻ്റെ കാര്യത്തിൽ പറയേ വേണ്ട, കാര്യം ഇഷ്ടംപോലെ ഹോർമോൺസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമും കൂടെയാണ് ഇവർ. അപ്പോൾ ഇവരുടെ മൂഡ് അസസിങ് എന്ന് പറഞ്ഞൊരു വലിയ സംഭവമാണ്. ഇതേ സമയത്ത് തന്നെ ഇപ്പം അമ്മ ഒരു എന്താ പറയുക മെനോപോസ് പീരീഡ് കൂടെ പോവാണ്. അപ്പം അവർക്കും ഹോർമോൺസിൻ്റെ ഒരു പീരീഡ് ആയിരിക്കും അവരുടെ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഒന്നേയും മഹാഭാരതം അല്ലെങ്കിൽ രാമായണം. ദിസ് ഇസ് ഇൻ റിയാലിറ്റി. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വഴക്കടക്കുന്ന അമ്മയും കുട്ടിയും തമ്മിൽ ഇസ് ദറ്റ് ആ ഒരു മിഡ് ടീനേജ് പീരീഡാണ്. അപ്പോൾ ഇതിൽ ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേയൊക്കെ പേരൻസ് ആദ്യം കുറച്ച് സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ കുറച്ചുകൂടെ ക്ഷമയോടെ സംസാരിക്കാൻ നമുക്ക് ശ്രമിക്കാം. പിന്നെ ഉള്ളൊരു കാര്യം ശരിയാണ്, ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 9th 10th തൊട്ട് എക്സ്ട്രീം പ്രഷറാണ് പിള്ളേർക്ക്. അതായത് ലോട്ട്സ് ഓഫ് ട്യൂഷൻ, ലോട്ട്സ് ഓഫ് എക്സ്ട്രാ ക്ലാസ്, പറ്റാത്ത കുറേ പോർഷൻസ്, പിന്നെ അവരുടെ സോഷ്യൽ ലൈഫ് ഇഷ്യൂസ്, പിന്നെ സ്കൂളിലെ ഇഷ്യൂസ്, പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ഭയങ്കരമായിട്ട് ജോലി കഴിഞ്ഞ് വരുന്ന ഹസ്ബൻഡ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തേലും ചോദിച്ചാൽ അപ്പം തന്നെ ചാടി വരും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ടീനേജറും. അപ്പോൾ ഹസ്ബൻഡ്സിനെ നമുക്ക് നേരത്തെ അറിയണോണ്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ക്ഷമയോടെ ഇയാളോട് കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കുന്നതാണ് നമ്മുടെ വീട്ടിനുള്ളൊരു ഇത് ഒരു അറ്റ്മോസ്ഫിയർ നല്ലതെന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും ഒന്നും മിണ്ടില്ല. ദാറ്റ് സെയിം ടൈം ഷുഡ് ബി ഗിവൺ ടു എ ടീനേജർ ഓൾസോ. ആൻഡ് അവർ വരുമ്പോൾ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ബൊമ്പാർഡ് ചെയ്യുമ്പോൾ അവർ ചൂടാവും. സോ ആദ്യം കുറച്ച് സമയം അവർക്ക് കൊടുത്തിട്ട് പ്ലാൻ യുവർ ടോക്ക്, ആൻഡ് അത് ചെയ്താൽ കുറച്ചും കൂടെ നന്നായിട്ട് വഴക്ക് ഒഴിവാക്കി നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കാം. ദിസ് ഇസ് ഒരു ഞാൻ ടീനേജേഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ പേരൻസും ക്ലാസ് എടുക്കുമ്പോഴും പിള്ളേർക്ക് ക്ലാസ് എടുക്കുമ്പോഴും ഒരേ കാര്യം തന്നെ പറയും. ഒന്നിലും പറയും ഈ അമ്മയും അച്ഛനെന്താ ഇങ്ങനെയെന്ന് ടീനേജേഴ്സ് പറയും. മറ്റവർ പറയുന്നത് ഇവനെ കൊണ്ട് എൻ്റെ BP വേറെ ലെവലിലോട്ടാണ് പോണത്. ആക്ച്വലി നോക്കുമ്പോൾ ഇഷ്യൂസ് ദ സെയിം വിത്ത് ബോത്ത് പീപ്പിൾ. കുറച്ചുകൂടെ ക്ഷമയോടെ രണ്ടുപേരും ഇങ്ങോട്ടും കാണുകയാണെങ്കിലും, പിന്നെ നമ്മൾ എന്താ പറയുക ഒരു നല്ല മൂഡുള്ള സമയത്ത് കുറ്റപ്പെടുത്താണ്ട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്ന ഒരു ഔട്ട്കം ഇസ് ബെറ്റർ. എല്ലാം കുറ്റപ്പെടുത്തി ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ കാണുന്ന ശത്രുക്കളായിട്ടോ അല്ലെങ്കിൽ ഉപദേശം മെഷീൻസായിട്ടാണ് കാണാറ്. ഇതിൽ നമ്മളിപ്പോൾ ജോലിക്ക് പോകുമ്പോൾ നമ്മളെപ്പോഴും ബോസിനോട് സംസാരിക്കുമ്പോൾ കുറച്ച് റിഹേഴ്സ് ചെയ്ത് കുറച്ച് അഭിനയിച്ച് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. ലീവ് വേണമെന്നോ അല്ലെങ്കിൽ റേസ് വേണമെന്നോ നമ്മൾ നന്നായി സോപ്പിട്ടാൽ കാര്യം നടക്കും. ഇതേപോലെ തന്നെയാണ് വീട്ടിലും അത്യാവശ്യം കുറച്ച് അഭിനയം അറിയണം. എല്ലാവരും പറയുന്നൊരു കാര്യം, എനിക്കെൻ്റെ വീട്ടിൽ ഞാനായിക്കൂടെ, എനിക്ക് എൻ്റെ മനസ്സ് തുറന്നുകൂടെ. പക്ഷെ അങ്ങനെ തുറക്കുമ്പോൾ നിങ്ങളെല്ലാവരും ചിരിക്കാം, അങ്ങനെ തുറക്കുമ്പോൾ കുറെ പേര് അടഞ്ഞു പോകും. നല്ല ഉറക്കത്തിന് കുറച്ച് അഭിനയിച്ചാൽ മതി. ഈ ചെറിയ കുട്ടികളോട് 3 വയസ്സുള്ള കുട്ടികളോട് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാരാണെന്ന് ചോദിച്ചാൽ അവരുടെ അച്ഛനും അമ്മ എന്നാ പറയാം. എൻ്റെ ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരു 7 വയസ്സുള്ള കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും എൻ്റെ ടീച്ചേഴ്സാണ് ഏറ്റവും നല്ലവർ. അവർ ടീനേജിൽ എത്തുമ്പോൾ ചോദിച്ചാൽ അവർ എൻ്റെ ഫ്രണ്ട്സാണ് ഏറ്റവും നല്ലതെന്ന്. അപ്പോൾ അവർ ഡിറ്റാച്ച്ഡ് ആയിട്ട് പോവാണ്. അത് കാരണം ബേസിക്കലി ക്വാളിറ്റി ടൈം ഇല്ല വീട്ടിൽ എന്നുള്ളതാണ്. ആർക്കാ ക്വാളിറ്റി ടൈം ഉള്ളത്? ഇപ്പം എല്ലാവരും അവരവരുടെ ലോകത്താണ്. അവരവരുടെ ഇൻട്രസ്റ്റുകൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു ഗെറ്റ് ടുഗദർ ഇല്ല, സത്സംഗില്ല, അവർ തമ്മിൽ അന്യോന്യം കാര്യങ്ങൾ ഈ പറഞ്ഞ ഓപ്പൺ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അവരോട് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏക സമയം എന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ്. ഇപ്പം കേരളത്തിലുള്ള കുറേ കേസുകൾ നല്ല റിച്ചായിട്ടുള്ള ഒറ്റക്കുട്ടി മാത്രമുള്ള
വീടുകളിലെ കുട്ടികൾക്ക് നല്ലപോലെ കഞ്ചാവ് അടിച്ചിട്ട് നല്ല സ്കൂൾസിലാണ് അവരുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ പെട്ടിട്ട് ആകെ നശിച്ചു പോയിട്ടുള്ള കുട്ടികൾ ഞാൻ അറിയുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ ഞാൻ അറിയാത്ത അതിൽ ഒരു 1000 മടങ്ങ് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവരുടെയൊക്കെ പ്രശ്നം അവർക്ക് ഓപ്പൺ അപ്പ് ചെയ്യാൻ ഒരാളില്ല എന്നതാണ്. ഞാനിപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ 10 വർഷമായിട്ട് സ്കൂളിൽ പഠിച്ച അവിടുത്തെ ഒരു ടീച്ചറെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ എന്തേ പറ്റാത്തത്? കാരണം അവരൊന്നും അവർക്ക് കോൺഫിഡൻസ് ഇല്ല. കാരണം ആദ്യം ചെയ്യുന്നത് പരിഹസിക്കുകയാണ്. നമ്മളിപ്പോൾ നല്ല തടിച്ച് നല്ല വലിയ കുട്ടിയായിട്ടുണ്ടല്ലോ, മാത്സ് അറിയില്ലായിരുന്നു. ഈ മാത്സും തടിയും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. അത് ലീനിയർ ആയിട്ടാണോ അല്ല ഹൊറിസോണ്ടലായിട്ടാണോ വളരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ടീച്ചേഴ്സൊക്കെ അവരെ. പിന്നെ എത്ര വയസ്സ് വരെയാണ് നമ്മൾ കുട്ടികളെ ഹഗ് ചെയ്യുകയും ഉമ്മ വെക്കുകയും കൂടെ കിടത്തുകയൊക്കെ ചെയ്യുന്നത്? അത് പക്ഷെ നമ്മളുടെയൊക്കെ ഒരു ടൈമിലൊക്കെ അച്ഛനും അമ്മയും കുറച്ച് ഡിറ്റാച്ച്ഡ് ആണ്. എനിക്ക് ഓർമ്മയൊന്നുമില്ല എന്നെ ഒരു ഉമ്മ വെച്ചിട്ടോ കെട്ടിപ്പിടിച്ചിട്ടോ. ജൂബിക്ക് ഓർമ്മയുണ്ടാവും. നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ എൻ്റെ മകനെ വളർത്തുമ്പോൾ അവന് 12 വയസ്സായാലും ഞാൻ അവന്റെ കൂടെ കെട്ടിപ്പിടിച്ച് തന്നെ കിടത്താം. അപ്പൊ നമ്മുടെ ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ പറയും വലിയ ആൺകുട്ടിയായി, ഇനി അവനെ അടുത്ത് കിടത്തണ്ട, അപ്പുറത്തെ ബെഡിലേക്ക് മാറ്റി കിടത്തു എന്നൊക്കെ പറയും. ഇപ്പൊ ഞാൻ പറയും വേണ്ട, എന്റെ മോനെ എന്റെ കൂടെ തന്നെ, അവന് പോകണമെന്ന് തോന്നുന്നു. whenever they feel safe എന്ന് പറഞ്ഞത് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നിങ്ങൾ പറഞ്ഞ ഹഗ് എന്ന് പറഞ്ഞ സംഭവം. ആ ഹഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുറേ ബ്യൂട്ടിഫുൾ ഹോർമോൺസ് ആ പ്രൊഡ്യൂസ്. ആ ഞാനൊരു സേഫ് സ്പേസിലാണ്. ചിലപ്പോൾ നമുക്ക് ഏറ്റവും വിഷമമുള്ളപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് കരയാണ്, നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഏത് കുട്ടിക്കും അവൻ്റെ ഏജിലുള്ള കാര്യങ്ങളാണ് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, കുഞ്ഞ് ബേബിക്കാണെങ്കിൽ അതിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ട് സമയത്തിന് പാല് കിട്ടിയില്ല. അല്ലെങ്കിൽ 3 വയസ്സ് കുട്ടിയുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതിന് ABC എഴുതാൻ പറ്റില്ല. അതിൻ്റെ ലൈഫിൽ അതായിരിക്കും ഏറ്റവും വലിയ ടെൻഷൻ. കുറച്ചും കൂടെ വലുതാകുമ്പോൾ 10ാം ക്ലാസ് ടെൻഷൻ. പക്ഷെ നമ്മൾ കുറേ കൂടെ വലുതാകുമ്പോൾ ഇതൊക്കെ എന്ത് ടെൻഷൻ. പക്ഷെ അവർക്കതാണ്, നമ്മളത് എക്നോളജ് ചെയ്ത് നമ്മളപ്പോൾ അവരോട് പറയല്ല വലുതാകുമ്പോൾ ഇതിലും കൂടുതൽ ടെൻഷൻ. നോബഡി വാണ്ട്സ് ആ ഒരു ഉപദേശം. അവർക്ക് ആകെ ആ സമയത്ത് വേണ്ടത് അഷ്വറൻസ്. ആൻഡ് അഷ്വറൻസിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആക്റ്റാണ് ഹഗ്ഗിങ്. ആ ഹഗ്ഗിങ് 6 seconds നമ്മുടെ കുഞ്ഞിനെ ഒന്ന് ഹഗ് ചെയ്ത് നോക്കി. ഏത് ഏജിലെ കുട്ടിയും. ഇപ്പം നമ്മൾ വലുതായാലും നമ്മുടെ അച്ഛന്മാർ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുമ്പോൾ 1 മിനിറ്റ് ഞാനിങ്ങനെ ഇരുന്ന് കരയുമ്പോൾ, ഞാനിങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ദേ ജസ്റ്റ് കം ആൻഡ് ഹഗ് യു. നമ്മൾ കെട്ടിപ്പിടിക്കുമ്പോൾ എന്താ തോന്നുന്നത്? കുറേ നമ്മുടെ വിഷമങ്ങൾ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതിനൊരു ഏജ് ഉണ്ടോ? There is no age for hugs. There is no age for happiness. എല്ലാം എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ. ഹാപ്പിനെസ്, അഷ്വറൻസ്, റീഅഷ്വറൻസ്, പിന്നെ എന്താ പറയുക സമാധാനിപ്പിക്കൽ, ഇതൊക്കെ എല്ലാ ഏജിലും ആവശ്യമാണ്.